സീനോടുകൂടി അല്ലെങ്കിൽ അടുത്ത ഒരു രംഗത്തോടുകൂടി എന്ന വാക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോളാകട്ടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം റീലെടുക്കുന്നവരുടെ ബഹളം മാത്രമാണ്. ഏത് പൊതുസ്ഥലത്ത് പോയാലും, സിനിമാ തിയേറ്ററിൽ പോയാലും, ഉത്സവങ്ങൾ നടക്കുന്ന ഇടത്ത് പോയാലും, പാർക്കിൽ പോയാലും, പാലത്തിന് മുകളിൽ പോയാലും, റെയിൽവേ ട്രാക്കിൽ പോയാലും എല്ലായിടത്തു നിന്നുകൊണ്ടും റീലെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാവുക എന്നുള്ളത് നമ്മുടെ യുവതലമുറയുടെ മാത്രമല്ല എല്ലാ തലമുറയുടെയും ലക്ഷ്യവും ആഗ്രഹവുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇതാ അങ്ങനെ ഒരു റീൽ ഭ്രമം വലിയൊരു അപകടത്തിലേക്ക് എത്തിച്ചതിൻ്റെ വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ വാർത്തയുടെ ഒന്നാമത്തെ വരി ഞാനിപ്പോൾ വായിക്കും. ആ വായിക്കുന്നതിനെ പ്രേക്ഷകർക്ക് രണ്ട് രീതിയിൽ തിരുത്താവുന്നതാണ്. ഒന്നാമതായിട്ട് ഞാനത് വായിക്കുന്നത്, മദ്യലഹരിയിൽ റീൽ ഷൂട്ട് ചെയ്യാൻ റെയിൽവേ ട്രാക്കിൽ വാഹനമോടിച്ചയാൾ അറസ്റ്റിലായി എന്ന വാർത്തയാണ്. ഈ വാർത്ത കാണുമ്പോഴും കേൾക്കുമ്പോഴും പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ടാവും. മദ്യലഹരിയിൽ റീൽ ഷൂട്ട് ചെയ്യാൻ റെയിൽവേ ട്രാക്കിൽ വാഹനം ഓടിച്ചയാൾ അറസ്റ്റിൽ. അപ്പോൾ മദ്യലഹരിയിൽ അല്ലായിരുന്നുവെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നോ? അതായത് മദ്യലഹരി എന്ന വാക്കിനെ മാറ്റിയിട്ട് ആ വാർത്ത വായിക്കുമ്പോൾ എങ്ങനെയാവും? റീൽ ഷൂട്ട് ചെയ്യാൻ റെയിൽവേ ട്രാക്കിൽ വാഹനം ഓടിച്ചയാൾ അറസ്റ്റിൽ. അതും അറസ്റ്റ് ചെയ്യപ്പെടേണ്ട കുറ്റമാണല്ലോ. അപ്പോൾ എന്ത് കുറ്റകൃത്യം നടന്നാലും ആ കുറ്റകൃത്യത്തിൻ്റെ തീവ്രത കൂട്ടാൻ വേണ്ടി ആ വ്യക്തി മദ്യലഹരിയിലായിരുന്നുവെന്ന് എഴുതി ചേർക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തന രീതി ഇവിടെ നടക്കുന്നു എന്നുള്ള നിലയ്ക്ക് മദ്യപാനത്തെ ഇഷ്ടപ്പെടുന്ന പുരുഷ മദ്യപ സംഘം കൊല്ലത്ത് നിന്ന് പല രീതിയിലും പ്രതികരിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യവുമാണ്. മദ്യലഹരിയിൽ അമ്മയെ മകൻ കൊലപ്പെടുത്തി എന്നുള്ള നിലയ്ക്ക് വാർത്ത വരുന്നു. അത് മദ്യലഹരി കൊണ്ടാവണമെന്നില്ല. അയാൾ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അതിനിടയിൽ മദ്യപിക്കുകയോ മദ്യപിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എല്ലാ കുറ്റവും പാവം മദ്യത്തിൻ്റെ മുകളിൽ എന്തിന് ചെലുത്തുന്നു എന്നാണ് കൊല്ലത്ത് നിന്ന് പുരുഷ മദ്യപ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾക്ക് വരേണ്ടതുണ്ട്. റീൽ ഷൂട്ട് ചെയ്യാൻ റെയിൽവേ ട്രാക്കിൽ വാഹനം ഓടിച്ചയാൾ രാജസ്ഥാനിൽ അറസ്റ്റിലായിരിക്കുന്നു. ജയ്പൂരിലാണ് സംഭവം. മഹീന്ദ്രയുടെ ധാർ കാറാണ് ഈ വ്യക്തി റെയിൽവേ പാളത്തിലൂടെ ഓടിച്ചത്. എതിരെ ചരക്ക് ട്രെയിൻ വന്നതോടെ കാർ അവിടെ നിന്ന് പുറത്തിറക്കാൻ ശ്രമിച്ചുവെങ്കിലും കാറ് പാളത്തിൽ കുടുങ്ങുകയായിരുന്നു. ലോക്കോ പൈലറ്റ് ട്രെയിൻ ഉടൻ തന്നെ നിർത്തിയതുകൊണ്ട് അപകടം ഒഴിവായി. പ്രതി ട്രാക്കിന് പുറത്തെത്തിക്കാൻ കാർ പുറകോട്ട് ഓടിച്ചു. പോലീസുകാർ ട്രാക്കിൽ നിന്നു. ഇതെല്ലാം ആ ദൃശ്യങ്ങളിലുണ്ട്. എന്തായാലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാറ് 3 പേരെ ഇടിച്ചു. പോലീസ് പിന്തുടർന്നാണ് ഈ കാർ പിടികൂടിയത്. ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഇനി 13 മണിക്കൂറിൻ്റെ ദൂരം മാത്രമേ